أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സംബന്ധിച്ച് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് ഖുർആനിൽ പറഞ്ഞു. ലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചു, ഫീ അഹ്സനി തഖ്വീം, വളരെ മനോഹരമായ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഇതര ജീവികളെ അപേക്ഷിച്ച് ആപേക്ഷികമായി മനുഷ്യന്റെ സൃഷ്ടിപ്പ് വളരെ മനോഹരമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ അവയവങ്ങൾ, മനുഷ്യന്റെ ആന്തരികമായ കഴിവുകൾ, അതേപോലെ തന്നെ പ്രകടമായ കഴിവുകൾ, ഇതെല്ലാം വ്യത്യസ്തമായതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ നല്ലതായിട്ടും ചീത്തതിനെ ചീത്തതായിട്ടും തിരിച്ചറിയുവാനുള്ള കഴിവാണ്, ശക്തിയാണ് അഖ്ൽ, ബുദ്ധി. അത് നല്ലതിനെ നല്ലതായിട്ടും മനസ്സിലാക്കാൻ കഴിയും, ചീത്ത കാര്യങ്ങളെ ചീത്തയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒന്നാണ് അഖ്ൽ. ആ അഖ്ൽ അള്ളാഹു നൽകിയ 3 വിഭാഗമാണുള്ളത്. ഒന്ന് മനുഷ്യർ, മറ്റൊന്ന് മലക്കുകൾ, മറ്റൊന്ന് ജിന്നുകൾ. ഈ 3 വിഭാഗത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഖ്ൽ നൽകിയിട്ടുള്ളത്. അതിൽ മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശഹ്വത്ത് കൊടുത്തിട്ടില്ല, വികാരം കൊടുത്തിട്ടില്ല. വികാരം എന്ന് പറയുന്നത് അത് ശരീരത്തിൽ മുഴുവനും ലയിച്ചു കിടക്കുന്ന ഒരു പ്രക്രിയയാണ് വികാരം എന്ന് പറയുന്നത്. ആ വികാരമുള്ളത് കൊണ്ടാണ് നമുക്ക് സാധനങ്ങളോട്, വിവിധ വസ്തുക്കളോട്, വിവിധ രുചികളോട്, വാസനകളോടൊക്കെ താല്പര്യം കാണുന്നത്. അപ്പോൾ ആ താല്പര്യം എന്നുള്ളത് വികാരത്തിന്റെ പ്രകടനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് ആ ശഹ്വത്ത് കൊടുക്കാത്തത് കൊണ്ട് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകളെ പറ്റി അങ്ങനെയാ പറഞ്ഞത്. മലക്കുകളിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. മലക്കുകളിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഈമാൻ കാര്യത്തിൽ അത് എടുത്തു പറയാനുള്ള കാരണം, നേരെ മറിച്ച് ജിന്നുകളെ പറ്റി വിശ്വസിക്കണമെന്നോ ആകാശം ഭൂമി ഉണ്ടെന്ന് വിശ്വസിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. മലക്കുകളെ പറ്റി വിശ്വസിക്കണം. അതെന്തേ അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കണം, അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പറ്റി വിശ്വസിക്കണം. അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കുക, പ്രവാചകന്മാരെ പറ്റി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി. ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. വ മലായികതിഹി, 6 കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു. പക്ഷെ ബുദ്ധിയും വികാസവും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അള്ളാഹ് അങ്ങനെ പറയാനുള്ള കാരണം? ഈ ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് തന്നെയുള്ള ഈ ഒരു വിശ്വാസവും കർമ്മവും രണ്ടും കൂടിയാണ് നമുക്കുള്ളത്. ഈ രൂപത്തിലുള്ള ഒരു ക്രമീകരണം ഇതര മതസ്ഥർക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ക്രമീകരണം, വിശ്വാസപരമായി 6 കാര്യങ്ങൾ, കർമ്മപരമായി 5 കാര്യങ്ങൾ. വിശ്വാസം എന്നുള്ളത് കൽബിൽപ്പെട്ട ഒന്നാണ്. അതിനെ പ്രവർത്തിക്കേണ്ട, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാര്യം അതിലില്ല. അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കർമ്മങ്ങൾ അത് വളരെ കുറച്ച് കാര്യങ്ങളെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൂ, 5 കർമ്മങ്ങൾ. അപ്പൊ അതിൽ നിന്ന് തന്നെ എപ്പോഴും ചെയ്യേണ്ട നിസ്കാരമേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും എപ്പോഴും ചെയ്യേണ്ടതുമല്ല. അപ്പൊ ഈ വിശ്വാസ കാര്യത്തിൽ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ്. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? എന്താ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? അതെന്താണ്? അപ്പൊ അള്ളാഹു ഉണ്ട്. അതെന്തിനാ അങ്ങനെ വിശ്വസിക്കുന്നത്? അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം എക്കാലത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനം നടത്തുന്ന അവസരത്തിൽ
വിശുദ്ധ ദീനിനെ എതിർക്കുന്നത് പല വിഭാഗമാണ്. ഈ കാലഘട്ടത്തിൽ പല വിഭാഗം എതിർക്കുന്നുള്ളത് പോലെ അക്കാലഘട്ടത്തിലും പല വിഭാഗം അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോ അതിൽപ്പെട്ട ഈ ഫാനൊന്ന് ഓഫായിക്കട്ടെ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഫാൻ ഇടും. അങ്ങനെ ഒരു കാലാണ്. എൻ്റെ അമ്പാനെ പണിയായിരുന്നു, ഫാന് ലൈറ്റൊക്കെ അങ്ങനെ നടന്നു ഓഫാക്കും. അങ്ങനെ പണിയുണ്ട്. ആവശ്യമില്ലാടത്തും അതൊരു ഒരു പതിവായി മാറിക്കാം. അത് വെറുതെ ഇട്ട് തന്നെ ലൈറ്റും ഫാനൊക്കെ ഇങ്ങനെ ആവശ്യമില്ല എന്ന് കണ്ടാൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓഫാക്കും. ഇപ്പോഴത്തെ ശൈലി അങ്ങനെ ആയി മാറിക്കാം. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇങ്ങനെ ഫാൻ ഇട്ട് കണ്ടുത്തിരിക്കും. അപ്പൊ അൻതുഅ്മിന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അതെന്തിനാ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്? അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ എല്ലാ കാലത്തും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുമ്പോൾ അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. അതേപോലെ തന്നെ മലായിക്കത്ത് പെൺകുട്ടികളാന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുൽ വിശ്വാസമുള്ളതോട് കൂടെ തന്നെ മറ്റു ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളിൽ പല വിഭാഗം ആൾക്കാരുണ്ട്, ജൂതന്മാരുണ്ട്. അപ്പോൾ ഇവരെ വിശ്വാസങ്ങളും മറ്റൊക്കെ എതിർക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാം. മക്ക മുശ്രിക്കുകളായ ബഹുദൈവ ആരാധകരായ ആൾക്കാർ പല ജാതിയായിരുന്നു. അതേപോലെ തന്നെ ഇക്കാലഘട്ടത്തിലും മുശ്രിക്കുകൾ പല കോലത്തിലാണ്. അവരുടെ വിശ്വാസങ്ങൾ വികലമാണ്. ഓരോ നാട്ടിലുള്ള ആൾക്കാർക്ക് ഓരോ സൈസ് വിശ്വാസമാണ്. ഓരോ പ്രദേശത്തുള്ള ആളുകൾക്ക് ഓരോ ദൈവങ്ങളാണ്. പലർക്കും പല ദൈവങ്ങളാണ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹ്ക്ക് പങ്കുകാരില്ല, അള്ളാഹ്ക്കൊരു കൂട്ടുകാരില്ല. അള്ളാഹ്ക്ക് കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന വിഷയത്തിലും അതേപോലെ തന്നെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിലും ഖാലിഖിയത്തിന്റെ വിഷയത്തിൽ, ഖാലിഖിയത്ത് എന്ന് പറയുന്നത് അള്ളാഹിന്റെ ഖുസൂസിയത്താണ്, അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു, സൃഷ്ടാവ് ഒന്ന് മാത്രമാണ്. എല്ലാത്തിനും സൃഷ്ടിക്കുന്ന അള്ളാഹു ഒന്ന് തന്നെയാണ്. എല്ലാം സൃഷ്ടിക്കുന്ന അള്ളാഹു ഒന്ന് തന്നെയാണ്. ഒരൊറ്റ അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടിക്കുന്നതൊക്കെ അള്ളാഹു തന്നെയാണ്. അതിന് ഓരോരുത്തർക്ക് അള്ളാഹു അത് സൃഷ്ടിക്കുവാനുള്ള കഴിവ് കൊടുക്കുമ്പോൾ അള്ളാഹു തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരില്ല. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അള്ളാഹു ഒരിക്കലും ഇല്ലാതെയാവുകയില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. ഈ രൂപത്തിലുള്ള വിശ്വാസമാണ് ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ അള്ളാഹുവിന്റെ മലായിക്കത്തിനെ പറ്റി വിശ്വസിക്കണം നമ്മൾ പഠിക്കുന്നു. ഈ മലായിക്കത്തിനെ പറ്റി വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? മലായിക്കത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു വിഭാഗമാണ്. അവര് അള്ളാഹിന്റെ കൽപ്പനകൾക്കൊന്നും യാതൊരു എതിരും ചെയ്യൂല. അവരെന്താണോ കൽപ്പിച്ചത്, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അതിന് എതിരായിട്ട് അവരൊന്നും ചെയ്യൂല. പിന്നെ മലായിക്കത്തിനെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. അതൊന്നും ഇപ്പോൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമൊന്നുമില്ല. പ്രകാശം കൊണ്ടാണ് അള്ളാഹു മലായിക്കത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമാണെന്നതിന് അർത്ഥമില്ല. പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രകാശമായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ തൊട്ടാൽ മണ്ണുണ്ടോ? മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത് ഇപ്പൊ തൊട്ടാൽ മണ്ണൊന്നും കിട്ടൂലല്ലോ. ഇപ്പൊ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതിന് ചട്ടിയൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ തൊട്ടാൽ മണ്ണ് കിട്ടൂലല്ലോ. മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് മണ്ണൊന്നും ഉണ്ടാവൂല. പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്നില്ല. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അധികവും വരാറുള്ളത് ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു രൂപത്തിലാണ്. വഹി എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം. ഈ വഹി എങ്ങനെ വന്നു, ഏതെല്ലാം രൂപത്തിലാണ് വഹി വന്നത്? സഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായം തന്നെ ബാബു കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് ഈ വഹി ആരംഭിച്ചത്? പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ നന്നായി പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വഹി വന്നത്? ഈ വഹി വന്ന രൂപം എങ്ങനെയാണ്? ഈ വഹിയിൽ കളങ്കമുണ്ടോ? ശ്രദ്ധിക്കേണ്ട ഒന്നല്ല. അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് അള്ളാഹ് പറയാത്തതാണെങ്കിലോ? അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഴുവനും സത്യസന്ധന്മാരാണ്.
സത്യസന്ധന്മാരാണെന്ന് അക്കാലഘട്ടത്തിലുള്ള ജനങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അക്കാലഘട്ടത്തിലുള്ള ജനങ്ങളൊക്കെ അംഗീകരിച്ച് സത്യസന്ധന്മാരായ ബുദ്ധിമാന്മാരായ അവരെ ഏൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താത്ത, പ്രബോധന ദൗത്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആ ചതുർഗുണ സമ്പന്നന്മാരാണ് പ്രവാചകന്മാർ മുഴുവൻ. 4 ഗുണങ്ങൾ ആ പ്രവാചകന്മാർക്കുണ്ട്. അതൊക്കെ വിശാലമായി പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ വഹി എങ്ങനെ വന്നു? അപ്പോൾ പല കോലത്തിൽ വഹി വരാറുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ അത് മറ്റുള്ള ആൾക്കാരും കേട്ടിട്ടില്ല. മറ്റു പല സംസാരങ്ങൾ ജിബ്രീൽ സ്വലാത്തു വസ്സലാം മനുഷ്യക്കോലത്തിൽ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. ജിബ്രീലിന്റെ തനതായ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നത് 2 വട്ടം മാത്രമേ ഉള്ളൂ. 2 തവണയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തനതായ രൂപത്തിൽ കണ്ടത്. ധാരാളം ചിറകുകളുള്ള 6000 ചിറകുകൾ എന്ന് പറയപ്പെടുന്നുണ്ട് ആ രൂപത്തിലുള്ള തനതായ രൂപം. അപ്പൊ ഇന്ന് മനസ്സിലായി, പല രൂപത്തിൽ രൂപാന്തരപ്പെടാൻ അവർക്ക് കഴിയും, പല രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയും. ഈ രൂപത്തിലൊക്കെ രൂപാന്തരപ്പെടുമ്പോഴും അവർ പ്രകാശം തന്നെയാണ്, പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട തന്നെയാണ്. പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് പ്രകാശം എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. മനുഷ്യക്കോലത്തിൽ വന്നിട്ടുണ്ട്, ആ സമയത്തൊന്നും ഇങ്ങനെ പ്രകാശിച്ചതായി കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ബൈത്തൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി, തങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിൽ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ റസൂൽ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല. പ്രകാശം വേണമെന്ന് ഉദ്ദേശിച്ചാൽ പ്രകാശം ഉണ്ടാകും. മുഅ്ജിസത്തിനെ സംബന്ധിച്ച് അങ്ങനെയാ പറഞ്ഞത്. മുഅ്ജിസത്ത് അത് ഉദ്ദേശിക്കുന്ന അവസരത്തിലേ ഉണ്ടാവുള്ളൂ. എപ്പോഴും പ്രകാശിക്കുകയാണെങ്കിൽ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ റൂമിലും വീട്ടിലും മറ്റുള്ളവർക്ക് കിടക്കാൻ വയ്ക്കൂലല്ലോ, മറ്റുള്ളവർക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ പ്രകാശം തന്നെ ആയിരിക്കുമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇരുടായിരുന്നു. റസൂലുള്ളാഹി സുജൂദ് ചെയ്യുമ്പോൾ പുതപ്പെട്ട് കിടക്കുന്ന എൻ്റെ കാലൊന്ന് തോണ്ടുമ്പോൾ ഞാൻ കാല് വലിച്ചിട്ട് റസൂലുള്ളാഹി സുജൂദ് ചെയ്യും. കാരണം എനിക്ക് കിടക്കാനും റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യാനും കൂടി സ്ഥലമില്ല. അങ്ങനത്തെ ഒരു ഇടുങ്ങിയ റൂമായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ റൂമിലായിരുന്നു. ആ റൂമുകൾക്ക് ജനാലകൾ ഉണ്ടായിരുന്നോ? അല്ലാഹു അഅലം. ആ റൂമുകളുടെ ജനാലകൾക്ക് വാതിലുണ്ടായിരുന്നോ? അതോ വല്ല ബോർഡുകളും വെച്ചിട്ട് അടച്ചതായിരുന്നോ? ശീല വെച്ച് അടച്ചതായിരുന്നോ? അല്ലാഹു അഅലം. വാതിലുകൾ കുറവായിരുന്നു, അധികവും വിരികളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, എന്തെല്ലാം സൗകര്യങ്ങളായി പോയി നമുക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ താമസിക്കുന്നത് ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷമാണ്. ഖദീജ ബീവി വഫാത്താകുമ്പോൾ 50 വയസ്സായി. 50 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 കൊല്ലം കൂടി മക്കത്ത് താമസിച്ചു. പിന്നെ എവിടേക്ക് പോയി? മദീനത്തേക്ക് പോയതിന് ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ 10-ൽ താഴെ വർഷങ്ങൾ മാത്രമേ ആയിഷ ബീവി ജീവിച്ചിട്ടുള്ളൂ. അത് മദീനത്തെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അവസാന കാലങ്ങളിൽ അവിടുത്തെ വഫാത്തിനോട് അനുബന്ധിച്ച ആ കാലങ്ങളിലാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല ഉണ്ടായത്. ആ ആയിഷ ബീവിയാണ് പറയുന്നത്, സുജൂദ് ചെയ്യുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് അധികവും അർദ്ധരാത്രിയിൽ നിസ്കരിക്കലാണ്. ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം അതാണ്. വിശുദ്ധ റമദാനൊക്കെ കടന്നു വരുന്നു. ഇപ്പോഴും നമുക്ക് 5:32 സുബഹി. അങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ സമയങ്ങളാണ്. ശക്തമായ ചൂടൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറ്റിയ സമയങ്ങളാണ് ഇപ്പോഴൊക്കെ. ഇനി റമദാനൊക്കെ അതിശക്തമായ ചൂടിലേക്കാണ് പോകുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ എന്തോ ഒരു വലിയ അദാബ് വരുന്നത് പോലെ തോന്നുകയാണ്. എന്തോ ഒരു വലിയ മുസീബത്ത് ഇനി വരുമോ, അങ്ങനെ വരണമായി ഇങ്ങനെ തോന്നുന്നുണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. എപ്പോഴും മുസീബത്ത് വരാറുള്ളത് ഈ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടം കൊണ്ടാണ്. പെണ്ണുങ്ങൾ കൂടുതൽ അഴിഞ്ഞാടി കഴിഞ്ഞാൽ മുസീബത്ത് വരലാണ് പതിവ്. മുമ്പ് കൊറോണ വന്നതും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതേപോലെ എന്തോ ഒരു മുസീബത്ത് വരുന്നത് പോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും കാട്ടിക്കൂട്ടലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും പെണ്ണുങ്ങളില്ലാതെ ഒരു പരിപാടി നടക്കില്ല. എല്ലാത്തിനും പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. പെണ്ണുങ്ങളങ്ങനെ കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളിങ്ങനെ എല്ലായിടത്തും നടന്നിട്ട് അതില്ലാതെ ഒരു പരിപാടി ആർക്കും പറ്റൂല. വലിയരായിരുന്നാലും തങ്ങളായിരുന്നാലും എല്ലാവരായിരുന്നാലും ഈ ഒരു പരിപാടി തന്നെ. അപ്പൊ അത് വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ
അത് അനുഭവപ്പെടാൻ നിനക്ക് കോഴിക്കോടൊക്കെ പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ അനുഭവപ്പെടാൻ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിനോട് ദ്വാരക്കല്ലാതെ നമ്മളെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇനിയിപ്പോൾ ഏത് കോലത്തിലാണ്, അവർക്കൊക്കെ എങ്ങനെയാണ് ഇവിടെയൊക്കെ ജീവിക്കാൻ കഴിയുക? ഒരു നല്ല കാര്യങ്ങളും ഓർക്കൊന്നും കിട്ടണില്ല. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടണ്ടേ? അപ്പോൾ എന്തെങ്കിലും വഴന്ന് നടക്കണില്ല, അതേപോലെ തന്നെ ഒരു തൗബ നടക്കണില്ല, അങ്ങനത്തെ നല്ല നല്ല വിഷയങ്ങളൊന്നും നടക്കണില്ല. ഇപ്പോൾ ഒരു റമദാനിക്ക് ഒരു ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു പള്ളിക്കല്ലും ഖത്മിന് തയ്യാറല്ല. എല്ലാ പള്ളിയും എ സിയാണ്, എല്ലാ പള്ളിയും എ സിയാണ്. എന്നിട്ട് ഒരു ഖത്മുൽ ഖുർആൻ 9:30 മണിക്ക് തറാവീഹ് അവസാനിക്കുന്നത് ഖുർആൻ ഖത്തം തീർക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടും. 9:30 എന്നല്ല 10 മണിയാവും, അല്ലെങ്കിൽ 10:15, അത്രേ ആവുള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുതലായിട്ട് തറാവീഹ് നിസ്കരിക്കാൻ തയ്യാറല്ല, അതിന് റെഡിയല്ല. ഹാഫിദുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പഴയ കാലത്ത് ഒരു ഹാഫിദ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമായിരുന്നു. ഒരു ഹാഫിദ്, അയാൾ ഹാഫിദ്. നിങ്ങളൊക്കെ ഹാഫിദുകളെ കണ്ടുക്കണം. ഒരു ഹാഫിദിനെ കാണാൻ തന്നെ വലിയ അത്ഭുതമായിരുന്നു. എൻ്റെ അളിയൻ്റെ ഇവിടെ ദർശെടുത്തിരുന്ന, ഞാൻ ഹജ്ജിന് പോയപ്പോൾ ദർശെടുത്തിരുന്ന എൻ്റെ അളിയൻ്റെ ഒരു എളാപ്പുണ്ടായിരുന്നു. മൂപ്പര് ഹാഫിദായിരുന്നു, ഹാഫിദ് അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ അന്നൊക്കെ വലിയ അത്ഭുതമാണ് ഹാഫിദിനെ കാണുക. കുറച്ചാണ് 30 ജുസ് ഖുർആൻ ഹിഫ്ളാക്കിയ ആളാണ്, അങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരും. അത് വലിയ ആളാണ്, 30 ജുസ് ഖുർആൻ ഹിഫ്ളാക്കിയ ആളാന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു മനുഷ്യനായിട്ട് എന്തോ ഒരു വലിയ ആളായിട്ടിരുന്നു അന്നൊക്കെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ എന്ത് ഹാഫിദ്? മീൻ കച്ചവടം നടത്തുന്ന ആളും ഹാഫിദ്, മറ്റേ അവിടെ നടക്കുന്ന ആളും ഹാഫിദ്, മറ്റേ ഹാഫിദ്, ഹാഫിദോണ്ട് ഹാഫിദ്, അങ്ങനെ ആയിപ്പോയി. എന്നാൽ ഒന്നിനും പറ്റൂല. അപ്പോൾ ഒരു 30 ജുസ് ഖുർആൻ, ഒരു ജുസ് ഖുർആൻ ഓതിയിട്ട് തറാവീഹ് നിസ്കരിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്കുള്ളത്. ഇഷ്ടംപോലെ സൗകര്യങ്ങൾ. അത് വേണമെങ്കിൽ ഇപ്പോൾ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം ചൂടാറാത്ത കാസറോൾ ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലാസ്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് അറിഞ്ഞൂടാ. ഒരു ഫ്ലാസ്ക് ആശുപത്രിക്ക് പോകുമ്പോൾ ഒരു ഫ്ലാസ്കിന് എവിടെയെങ്കിലും പോയിട്ട് കടം മേടിച്ച് വായ്പ മേടിച്ച് വരണം ആശുപത്രിക്ക് പോകുമ്പോൾ. ഞാനൊക്കെ ചെയ്തിക്കണത്. ഉമ്മാനൊക്കെ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്ലാസ്ക് ഉണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഫ്ലാസ്ക് കടം മേടിച്ചുകൊണ്ടിരും. ടിഫിൻ പാത്രം ഉണ്ടാവില്ല. ടിഫിൻ പാത്രം എവിടെയെങ്കിലും എന്തെങ്കിലും ചോറും കഞ്ഞിയൊക്കെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ ടിഫിൻ പാത്രമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കടം മേടിച്ച് കൊടുത്തിട്ടാണ് നമ്മളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനത്തെ ആ ഘട്ടത്തിൽ എന്തെല്ലാം തരം ഫ്ലാസ്കുകളാണ്, എന്തെല്ലാം തരം പരിപാടികളാണ്. അതൊക്കെ ഉണ്ടായിട്ടും സുബ്ഹാനല്ലാഹ് നിസ്കരിക്കാൻ പിന്നെ ഒരു 20 റക്അത്ത് തറാവീഹ് ഒരു ഖത്തം തീർത്തിട്ടൊക്കെ നിസ്കരിക്കാൻ റെഡിയല്ല. അലംതറ കൈഫല്ല ഇന്നാഅതീനാക്കൽ കൗസർ എല്ലാ സൂറത്തിലും എല്ലാ റക്അത്തിലും ഓതുകയാണെങ്കിലും ഓക്കെ. ഇന്നാഅതീനാക്കൽ കൗസർ, അത് അങ്ങനെ നമ്മൾ അതപ്പതിച്ചു. ഒരു ഇബാദത്തിന് ഒരു താല്പര്യമില്ല. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ചെറുപ്പക്കാർ, കുട്ടികൾ, ഓൽക്ക് നിൽക്കാറും വേണ്ട, ഒന്നും വേണ്ട. എന്തപ്പം നമ്മൾ ചെയ്യുക? പക്ഷെ മഹല്ല് കമ്മിറ്റിയും എല്ലാവർക്കും ഒരു ബാധ്യത ഒക്കെ ഉണ്ടാകും. നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു ഏതെങ്കിലും ആൾക്കാർ നന്നായെങ്കിലും, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പഴയ കാലത്ത് ഒരു വാത് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ആൾ കേട്ടാൽ ഒരു 5 ആൾ നന്നാവും. ഇപ്പൊ ഒരു വാത് വെച്ചാൽ 10 ആളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നന്നായി കിട്ടിയെങ്കിലായി. അത്ര ഇപ്പം നടക്കുള്ളൂ. ഒന്നും പറയാതിരിക്കാൻ വയ്യല്ലോ, ഒന്നും പറയണ്ടേ. ഈ കുട്ടികൾക്ക് ഒന്നും അറിയാത്ത രൂപത്തിൽ കുട്ടികൾ വളരുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഈ വഹി വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്ന രൂപങ്ങൾ പല രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫോണിൽ ബെല്ലടിക്കുന്ന മാതിരി ഒരു ശബ്ദം വരും. ഫോണിൽ മിസല സർസറത്തിൽ ജർസി എന്ന് കാണാം. നമുക്ക് ഫോണിൽ ഇങ്ങനെ ബെല്ലടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കും. ആ ഫോണിൽ ബെല്ലടിച്ചാൽ, പഴയകാലത്തെ ഫോണൊക്കെ അങ്ങനെയുള്ള ബെല്ലടിക്കലാണല്ലോ. അപ്പൊ ബെല്ലടിച്ചു കഴിഞ്ഞാൽ വഹി വരുന്നുണ്ട് എന്നറിയാം. അങ്ങനെ വരാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരും കാണൂല, മറ്റാളെയും കാണൂല. അങ്ങനെ വഹി വരാറുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ മഹാന്മാരായ സഹാബത്ത് വഹി വരുമ്പോൾ അഥവാ ഖുർആൻ അവതരിക്കുന്ന അവസരത്തിൽ സഹാബത്ത് ആരും കേട്ടിട്ടില്ല. ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് കിടക്കലുണ്ട് റസൂലുള്ളാഹി. ആയിഷ ബീവി പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ തലവെച്ച് കൊടുക്കും. അങ്ങനെ തലവെച്ച് കൊടുക്കുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ രൂപമാണ്, നമ്മളെ പഠിപ്പിക്കാനൊക്കെയാണ്. നമ്മളൊരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ വഹി ഇറങ്ങുമ്പോൾ എൻ്റെ തൊട പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ആയിഷുവിന്റെ തൊട പൊട്ടിപ്പോകുമോ, അത്രക്ക് കനം വരും. റസൂലുള്ളാഹിക്ക് ശരീരത്തിന് ഇങ്ങനെ ഭയങ്കര കനം വരും. ഈ വഹി ഇങ്ങനെ ഏൽക്കുമ്പോൾ ഭയങ്കര കനം വരും. അപ്പൊ എൻ്റെ തൊട പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന് ആയിഷ ബി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം മുഅ്മിനീങ്ങളായ ആൾക്കാരോട് പറയുന്നത്, നമ്മുടെ ദീന് എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളതാണ്, എല്ലാം തെളിവുള്ളതാണ്. എല്ലാറ്റിനും ഇപ്പോ ദിവസങ്ങളോളമായി ബഹുമാനപ്പെട്ട താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, തീരെ വയ്യ, 2 ആൾ പിടിച്ചായിട്ടാണ് നടക്കുന്നത്.
അതോടുകൂടെ തന്നെ ഇരിക്കാനും കിടക്കാനും ഒന്നും വയ്യ. എന്നിട്ടും 2 മണിക്കൂറോളം എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോയിട്ട് ഞങ്ങൾക്ക് ദർശനം നടത്തി തരും. അതിലൊക്കെ എന്തൊക്കെയാണ് ചർച്ച? അള്ളാഹുവിനെ കാണാം, അള്ളാഹിനെ എങ്ങനെയാണ് കാണുക, അള്ളാഹിനെ കാണുമ്പോൾ എങ്ങനെയാ കാണുക? കാരണം അള്ളാഹ് ഒരു സ്ഥലത്തല്ലല്ലോ, ഒരു സ്ഥലത്താണെങ്കിലേ കാണാൻ വയ്ക്കുള്ളൂ. നമ്മുടെ ഈ കാഴ്ചക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉള്ളതേ കാണുള്ളൂ, ഇതൊന്നും കാണൂല, ഇങ്ങനെ ഇവിടെ ഒന്നും കാണൂല. അപ്പൊ അള്ളാഹ് എവിടെയുള്ളത്? അള്ളാഹ് എങ്ങനെയാ കാണുക? അള്ളാഹുവിനെ എങ്ങനെ കാണാൻ കഴിയും? അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ജല്ല ജലാലുവായ അള്ളാഹിനെ പറ്റി കാണാൻ പറ്റുമോ? അള്ളാഹു സിട്ടാവാണെങ്കിൽ മനുഷ്യനിക്ക് എങ്ങനെയാ പിന്നെ പ്രതിഫലം നൽകുക എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ അതൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധമായ ദീൻ എമ്പാടും പഠിക്കാനുള്ളതാണ്, ധാരാളം വിഷയങ്ങൾ പഠിക്കാനുള്ളതാണ് പരിശുദ്ധമായ ദീൻ. അപ്പോ ഈ മലായിക്കത്തിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലായിക്കത്തിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മലക്ക് ഇങ്ങനെയൊക്കെയാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു എതിരും അള്ളാഹ്ക്ക് അവർ ചെയ്യൂല. കാരണം അവർക്ക് ശഹ്വത്തില്ല, വികാരമില്ല. അവർ ആണ് എന്നോ പെണ്ണോ ഒന്നും പറയില്ല. അങ്ങനെയാണ് അവരുടെ കോലം. അവർക്ക് ആണെന്നോ പെണ്ണോ ആണ് പെണ്ണെന്ന് പറയണമെങ്കിൽ വികാരം വേണ്ടേ? ആണും പെണ്ണും രണ്ടാവണമെങ്കിൽ ആണിക്ക് അങ്ങോട്ടും ആഗ്രഹം വേണം, പെണ്ണിനക്ക് ഇങ്ങോട്ടും. ജിന്നുകൾ അങ്ങനല്ല. ജിന്നുകളിൽ ആണുണ്ട് പെണ്ണുണ്ട്. ജിന്ന് പെണ്ണിനെ മനുഷ്യനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ച കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ജിന്ന് പെണ്ണിനെ ആർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് കല്യാണം. ജിന്ന് ആണിന് നമ്മുടെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെ അത് വേറെ നടക്കുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ശരി, പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മോട് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. അതിൽ നിന്ന് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കല്, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, പിന്നെയോ അതേപോലെ തന്നെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക. പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകന്മാരൊക്കെ അള്ളാഹിന്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ദീനീ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു വെച്ചവരാണ്. പ്രവാചകന്മാർ ഇത്ര ആൾക്കാരാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമില്ല. 1,24,000 അങ്ങനൊന്നും വിശ്വസിക്കേണ്ടതില്ല. 1,24,000 ആണെന്ന് പറഞ്ഞവരുണ്ട്, 2,24,000 ആണെന്ന് പറഞ്ഞവരുണ്ട്. പ്രവാചകന്മാരുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ പാപമുക്തരാണ്, അവർ ദോഷമൊന്നും ചെയ്യാത്തവരാണ്, അവരൊക്കെ മനുഷ്യന്മാരാകുന്നു. ഈ രൂപത്തിലാണ് പ്രവാചകന്മാരെ പറ്റി വിശ്വസിക്കേണ്ടത്. പിന്നെയോ അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കണം. അന്ത്യനാൾ എന്ന് പറഞ്ഞ ഒരു ദിവസം വരും, ഒരു ദിവസം എല്ലാം അവസാനിച്ചുകൊണ്ട് ഒരു ദിവസം വരും. അതാണ് അതിനെ പറ്റിയുള്ള വിശ്വാസം. പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ശർറായ കാര്യങ്ങളും അള്ളാഹ് തീരുമാനിച്ചിട്ടേ നടക്കുള്ളൂ. അള്ളാഹ് തീരുമാനിക്കാത്ത ഒന്നും ഇവിടെ നടക്കുകയില്ല. ഇതാണ് ഇപ്പൊ ഈമാൻ കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരം ഇക്കോലത്തിൽ പടച്ചു. ആ കോലത്തിൽ നിന്ന് ബുദ്ധി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ് ബുദ്ധി എന്നുള്ളത്. അതെന്താണ് ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം? അതെന്താണ് ഈ അഖല്? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെയാണ് കുടികൊള്ളുന്നത്? അതിന്റെ ആസ്ഥാനം ഏതാണ്? പ്രബലമായ അഭിപ്രായ പ്രകാരം ബുദ്ധിയുടെ ആസ്ഥാനം ഹൃദയമാണ്. ഹൃദയത്തിന്റെ ആസ്ഥാനം നെഞ്ചാണ്. നെഞ്ചിനകത്താണ് ഹൃദയമുള്ളത്. ആ ഹൃദയത്തിനകത്താണ് ബുദ്ധി. ഒരു ശക്തിയാണ്, ഒരു അവയവമല്ല, ഒരു അവയവമല്ല. ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഖുവത്താണ്. അൽ-ലത്തീഫത്തു റബ്ബാനിയത്തു റൂഹാനിയത്തു, അൽ-ലത്തീഫത്തു റബ്ബാനിയത്തു റൂഹാനിയത്തു എന്ന് ബുദ്ധിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഒന്നാണ് ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അവയവങ്ങൾ, ആ അവയവങ്ങൾ ബാഹ്യമായ അവയവങ്ങൾ, ആന്തരികമായ അവയവങ്ങൾ, അതിൽ നിന്ന് ബാഹ്യമായ 7 അവയവങ്ങൾ. ആ 7 അവയവങ്ങളെ പറ്റി ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ധാരാളം കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മൾ ഈ കിതാബിലും എന്ത് പറഞ്ഞത്? മഹാനായ ഗസാലി ഇമാം പറയുന്നു, 7 അവയവത്തിൽ നിന്ന് ആദ്യമായി നീ ശ്രദ്ധിക്കേണ്ട അവയവം നാവാണെന്നും ആ നാവ് കൊണ്ട് ചെയ്യുന്ന 8 തിന്മകൾ, ആ തിന്മകളിൽ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു. ഒന്നാമത്തത് കളവാണ്, നാവ് കൊണ്ട് കളവ് പറഞ്ഞുകൂടാ. രണ്ടാമത്തത് വാഗ്ദത്ത ലംഘനമാണ്, അതൊരു മുഅ്മിനായ മനുഷ്യൻ ചെയ്തുകൂടാ. വാഗ്ദാനം ചെയ്യുമെങ്കിൽ അത് പാലിക്കാൻ കഴിയണം, പാലിക്കാൻ കഴിയുന്നത് വാഗ്ദാനം ചെയ്യാവും. മൂന്നാമതായി മഹാനവറുകൾ പറഞ്ഞു ഗീബത്താണ്, ഗീബത്തിൽ നിന്നിട്ട് നാവിനെ കാത്തു സൂക്ഷിക്കണം. നാലാമത്തത് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നിട്ട് ഒഴിവാകണം. അഞ്ചാമത്തത് സ്വശരീരത്തെ പുകഴ്ത്തി പറയുക, സ്വശരീരത്തെ ഉന്നതമാക്കി പറയുക. ഇതാണ് 5ാമത്തെ കാര്യമെന്ന് പറഞ്ഞു. 6ാമതായി ശപിക്കുക,
ആരെയും ക്ഷമിക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് മക്കളെ, സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ ഇതൊന്നും ശപിക്കരുത്. പറയുകയാണെങ്കിലൊക്കെ ഒരു പരിധി വെച്ച് അടച്ച് കുരുത്തം കേട്ടോ, ഇജ്ജ് നന്നാവൂലടാ, ഒരിക്കലും പറയരുത്. ദേഷ്യമൊക്കെ ഉണ്ടാവും, ദേഷ്യമൊക്കെ ഉണ്ടാവെങ്കിലും കൂടി കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞുകൂടാ. കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോൾ പറയേണ്ട ചില വാക്കുകളുണ്ട്. എടാ ഹയവാൻ എന്നൊക്കെ പറയാം. ഹയവാൻ എന്നൊരു ജീവി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എടാ ഹയവാന് അങ്ങനൊക്കെ പറയാന്നല്ലാതെ എന്തായിരുന്നാലും ഓൻ പടക്കായി കഴിഞ്ഞാല് നമ്മളെ മോനെന്നേ പറയുള്ളൂ. എന്തായിരുന്നാലും ശരി, അതാ മറ്റേ അയാളെ മോന് എന്നേ പറയുള്ളൂ. അയാളും ഇയാളും ഇവൻ തമ്മിൽ ദേഷ്യമുണ്ടോ യോജിപ്പുണ്ടോ അതൊക്കെ വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് പല പണ്ഡിതന്മാരും പല കിതാബിലും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ അത്തരം വാക്കുകളൊന്നും ഉപയോഗിച്ച് ശകാരിക്കരുത്. പ്രത്യേകിച്ച് ഇജ്ജ് നന്നാവൂലടാ, ഇജ്ജ് കുരുത്തം കൊട്ടുപോവടാ, ഇജ്ജ് അങ്ങനാവൂടാ എന്നൊന്നും പറയരുത്. അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ കൺട്രോളിങ് നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. കുട്ടികളോട് പറയുന്ന ഘട്ടത്തിൽ വളരെ മോശമായിരുന്നാലും ശരി, ഓൻ നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. കുട്ടികളൊക്കെ നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ ദ്വാരന്ന് നന്നായി എത്രയോ കുട്ടികളുണ്ട്. പലരിടത്തും പോയി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ വാപ്പ 2 കാര്യം ഒരാൾ ദ്വാരക്കാൻ വേണ്ടി പറയാറുള്ളൂ. ഞാൻ ചെറുപ്പത്തിലേ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. വലിയ ആൾക്കാരൊക്കെ വാപ്പാക്ക് പരിചയവും ബന്ധവും, ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി വാപ്പ മുസ്ലിയാർ, കക്കിടിപ്പുറം ബോക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങൾ, വാഫക്കി തങ്ങൾ, ഇങ്ങനെ വലിയ പണ്ഡിതന്മാർ, അവരോടൊക്കെ അന്ന് വലിയ അടുപ്പവും വലിയ സ്നേഹമായിരുന്നു അവരോടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആരെ കണ്ടാലും ദ്വാരക്കാൻ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, മക്കളൊക്കെ നന്നാവണം, അവസാനം നന്നാവണം. അതേ പറയുള്ളൂ. മക്കളൊക്കെ നന്നാവണം, അവസാനം നന്നാവണം. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായ പ്രയാസങ്ങളും. പാപ്പാക്ക് ഒരുപാട് പ്രയാസങ്ങൾ എക്കാലത്തും ഉണ്ടായിരുന്നത്. അമ്മ എപ്പോഴും നമ്മോട് പറയാറുണ്ട്, ശരിക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് നടക്കാനോ കുട്ടികളൊന്നും നോക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയില്ല. അതൊന്നും അങ്ങനത്തെ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ പായ്യരങ്ങളോ ഒന്നും ആരോടും പറയില്ല. ഇത് മാത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. 2 കാര്യമേ പറയുള്ളൂ. കുട്ടികളൊക്കെ സാലിഹ്യങ്ങളാണെന്നാ പറയാം. കുട്ടികളൊക്കെ സാലിഹ്യങ്ങളാകണം, അവസാനം നന്നായി മരിക്കണം. ഇതാണ് എപ്പോഴും പറഞ്ഞിരുന്നത്. അത് വലിയ വിഷയം തന്നെയാണ്, അത് ചെറിയ വിഷയമൊന്നുമല്ല. അതായി കിട്ടുക എന്നുള്ളത് അത് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ നോക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, എൻ്റെ വാപ്പ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ മക്കൾ കേൾക്കണം. എൻ്റെ വാപ്പ പറഞ്ഞത് ഞാൻ കേട്ടതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റിയത്. അങ്ങനെ വാപ്പ പറയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടതാണല്ലോ, ചെറുപ്പം മുതലേ അത് കേട്ടതാണ്. അപ്പൊ ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ ജീവിതം കുട്ടികൾ നോക്കും. അപ്പൊ നോക്കുമ്പോൾ ആ കുട്ടികൾക്ക് പിതാക്കന്മാരെ സംബന്ധിച്ച് നല്ലൊരു മതിപ്പുണ്ടാവും, ചെറുപ്പം മുതലേ ഉണ്ടാവും. ഇപ്പോഴും നന്നായിട്ട് ചീത്ത പറയുന്ന, ദേഷ്യം പിടിക്കുന്ന പ്രകൃതിക്കാനാണ് എൻ്റെ വാപ്പ. നന്നായിട്ട് പറയും. ഞാൻ കരുവന്തിരുത്തി നിന്നൊക്കെ ദർസ് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച, തുടക്കത്തിലൊക്കെ 2 ആഴ്ച കൂടുമ്പോഴാണ് നാട്ടിൽ പോവുക. അങ്ങനെ നാട്ടിൽ പോകുമ്പോൾ വന്ന ഉടനെ തന്നെ ഒരേ നൃത്തത്തിൽ 2 മണിക്കൂറൊക്കെ സംസാരിക്കും, ഒറ്റ നൃത്തത്തിൽ. എന്നിട്ട് എന്നോട് പറയും, അന്നെപ്പോളെ കിട്ടുള്ളൂ പറയും. ഇതൊന്ന് വരുമ്പോൾ എന്നോട് സലാം പറയും, പോകുമ്പോൾ സലാം പറയും, അപ്പോഴേ എന്നെ കിട്ടുള്ളൂ, അപ്പൊ കിട്ടുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഏതൊരു വിഷയത്തിലും അപ്പൊ പറയേണ്ടത് അപ്പൊ തന്നെയാണ് പറയും. അത് ആരെ മുന്നിൽ വെച്ചിട്ടാണ്, ചിലപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന ഇടയിൽ വെച്ചിട്ടാണ് പറയാം. മനുഷ്യനിങ്ങനെ എന്തൊക്കെ ആയിപ്പോവും, അങ്ങനെ പറ്റില്ലാതായിപ്പോവും, അങ്ങനൊക്കെ പറയും. എന്നാലും അതൊക്കെ സഹിക്കും. എന്നിരുന്നാലും അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹമാണ്. എന്താ കാരണം, ആ ദീനനുസരിച്ച് ജീവിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ദീനനുസരിച്ച് ആ മട്ടത്തിൽ ജീവിച്ചാൽ ഭാര്യയ്ക്കും ബഹുമാനം ഉണ്ടാവും, മക്കൾക്കും ബഹുമാനം ഉണ്ടാവും. ഇത് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനം എടുത്തു കളയാണ്. 5 നേരം കറക്റ്റ് നിസ്കരിക്കുന്ന ഒരു ഭർത്താവാണ്, ഹറാം ഒന്നും ചെയ്യാത്ത ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനോട് സ്നേഹത്തിലധികം ബഹുമാനവും ആദരവും ഉണ്ടാവും. അത് കുട്ടികളോട് പറയും, ബാപ്പ അങ്ങനെ ഇരുന്നിട്ടോ, ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടോ എന്ന് കുട്ടികളോട് ഉമ്മ പറഞ്ഞു കൊടുക്കും. കുട്ടികളോട് ഉമ്മ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ രൂപത്തിലുള്ള ജീവിതമായിരിക്കണം. ആ രൂപത്തിലുള്ള ജീവിതം അത് മഹാന്മാരൊക്കെ പറഞ്ഞതാണ്. തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും വേണ്ട, വർത്തമാനങ്ങളിൽ നിന്നും വേണ്ട, കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൽ ആ ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹം എന്നത് വേറെ, അതോടുകൂടെ ബഹുമാനവും ആദരവും ഉണ്ടാവും. അത് നമ്മുടെ മക്കളിലേക്കൊക്കെ പടരും. അപ്പൊ പിന്നെ ജീവിതം നല്ല രൂപത്തിലാവും. ദേഷ്യം പിടിക്കലൊന്നും ഒരു വിഷയമല്ല. ആ ദേഷ്യം പിടിക്കലൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടികൾക്ക് വലിയ ആദരവും ബഹുമാനം ഉണ്ട്. എനിക്കൊക്കെ ഒരുപാട് അനുഭവമാണ്. വാപ്പ കമ്മിറ്റിയിൽപ്പെട്ട പലരോട് നന്നായിട്ട് പറയും. ഷോൾക്കൊക്കെ വാപ്പാട് സ്നേഹം. ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, അതെങ്ങനെ ഇപ്പൊ അങ്ങനെ. ഒരാൾ വന്നിട്ട്, അയാൾ വലിയ കളത്തിൽ സീതാലക്കുട്ടി എന്ന് പറയുന്നത് വളാഞ്ചേരിയിലെ 1ാമത്തെ മുതലാളിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഭൂസ്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. കല്യാണം കഴിച്ചിരിക്കുന്ന തന്നെ പരപ്പനങ്ങാടിയിൽ നിന്ന് നഹാ കുടുംബത്തിലെ
ഔക്കാദുൽ കുട്ടൻ്റെ ആ മുൻ മന്ത്രിയായിരുന്ന ഔക്കാട്ടിൻ്റെ വളരെ അടുത്ത എളാപ്പാൻ്റെ ആ കുടുംബത്തിൽ നിന്ന കല്യാണം. അത്രക്ക് വലിയ ആളാണ്. അയാൾ വന്നപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. കേട്ടിട്ട് പറഞ്ഞു, സൈതാലിക്കുട്ടിയെ അന്നാരെ മുത്തവല്ലിയാക്കി, ഇതൊരു മുത്തവല്ലി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ചോദിക്കുകയാണ്. അന്നാരെ മുത്തവല്ലിയാക്കി, ഇതിക്ക് മുത്തവല്ലി എന്ന് പറഞ്ഞാൽ മുത്തവല്ലിയാവും. അയാൾ ആകെ ചൂടിപ്പോയി. അപ്പൊ മൂപ്പര് പറയാണ്, ഇന്ന എല്ലാവരും കൂടി മുത്തവല്ലി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി മുത്തവല്ലി എന്ന് പറഞ്ഞ് മുത്തവല്ലിയാവും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് പിറ്റേ ദിവസം അയാൾ ആ മുത്തവല്ലി സ്ഥാനമൊക്കെ ഒഴിഞ്ഞു പറഞ്ഞിട്ട് ഏജന്റ് കൊണ്ടുവച്ചു. അങ്ങനെ ശക്തമായി പറയും. അപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഹക്ക് പറയാ. ആ ഹക്ക് പറയുമ്പോൾ ആൾക്കാരെ മുഖത്തൊക്കെ ഉണ്ടാവും. അള്ളാനെ മാത്രം വിചാരിച്ച് ഹക്ക് പറഞ്ഞാൽ ആ പറയുന്ന ആൾക്കത് സ്വീകാര്യവും. അതവിടെ ചൊറുക്കൊന്നും വേണ്ട, തക്കരി തേങ്ങിട്ട് പറയൊന്നും വേണ്ട. പറയുന്ന ആൾക്കാർക്ക് വിശ്വാസം വേണം. ഞാൻ പറഞ്ഞത് ഹക്കാണ്, ഓ നന്നാവാൻ വേണ്ടി പറയാണ്. അത് ചിലർ ദേഷ്യം പിടിച്ച് പറയും, ചിലർ ദേഷ്യമില്ലാതെ പറയും. അപ്പൊ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരോട് ശക്തമായി പറഞ്ഞാൽ അവർക്കൊക്കെ സ്നേഹമാണ് കണ്ടിരുന്നത്, അവർക്ക് വെറുപ്പ് കാണാറുണ്ടായിരുന്നില്ല. അത് ഈ ഹക്ക് പറയുന്നു, അള്ളാന്റെ വക്കുന്ന കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് വെറും ആണുങ്ങൾ മാത്രമുള്ള ഒരു ക്ലാസ്സാണല്ലോ നമ്മളെ ക്ലാസ്. ഇപ്പൊ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകും. ഏതായിരുന്നാലും ശരി, നമ്മൾ ഈ രൂപത്തിൽ വീട്ടിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ കുട്ടികളെങ്ങനെ, കുട്ടികളൊക്കെ നമ്മളെ ശരിക്ക് കെയർ ചെയ്യും, ശരിക്കും മനസ്സിലാക്കും. അവരെന്നിട്ട് അത് മറ്റുള്ളവരോട് പറയും. അപ്പോ നമ്മളൊക്കെ ഈ രൂപത്തിലാണെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എളുപ്പത്തിൽ നന്നായി കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ലാനത്തിനെ പറ്റി പറഞ്ഞതാണ്. ഭക്ഷണത്തിനെ ശപിക്കരുത്. ഭക്ഷണം മോശമായിരുന്നാൽ തന്നെ വളരെ മോശമായ ഭക്ഷണമായിരുന്നു എന്ന് പറയരുത്. ഈ പെരേന്ന് ഉണ്ടാക്കി തന്ന ഭക്ഷണമാണെങ്കിലും ശരി, ഭാര്യ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണെങ്കിലും ശരി, ഭാര്യമാർക്കുള്ള ഏറ്റവും വലിയ പരാതി തന്നെ എത്ര നന്നായി ഉണ്ടാക്കി കൊടുത്താലും ഒരു നല്ല വാക്ക് പറയില്ല. എത്ര പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, എത്ര നന്നാക്കിണ്ട് ഒരു നല്ല വാക്ക് പറയും. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അപ്പൊ പറയും, അന്ന് നന്നായിട്ടുണ്ട്, നല്ല ഭക്ഷണമായിട്ടുണ്ട്, ആരപ്പ ഭക്ഷണം ഉണ്ടാക്കിയത്, ജന്നെ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയറ്റേക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്ന് പറയും. നല്ല നല്ല രസമുള്ള ചായ, എന്നാലും വട്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഇത് വട്ടായിട്ടുണ്ടാവും എന്നാലും പറയില്ല. മട്ടക്കേട് കണ്ടാലോ അതിങ്ങനെ പറയും. അത് പറയൽ മരിക്കോളം പറയും. അന്ന് വെള്ളിയാഴ്ച ഉണ്ടാക്കിയ അത് കണ്ടില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ അല്ലെ മറ്റേ ഉണ്ടാക്കി അതിങ്ങനെ മരിക്കോളം പറയും. അതൊന്നും ചെയ്യരുതെന്നാണ്. ആര് ഭക്ഷണം ഉണ്ടാക്കിയാലും ഭക്ഷണം അള്ളാന്റെ അല്ലേ, അള്ള തരുന്ന ഭക്ഷണമല്ലേ, അത് പെണ്ണുങ്ങൾ ഉണ്ടാക്കിയെന്നല്ലേ ഉള്ളൂ. ആരുണ്ടാക്കിയിരുന്നാലും ഭക്ഷണത്തിന് കുറ്റം പറയരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യദുമു തആമർ റദീഅ ഖത്തു. റസൂലുള്ളാഹ് മോശമായ ഭക്ഷണങ്ങളെ ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടാൽ കഴിക്കും. ബൽ കാന ഇദസ്തഹാ ശൈഅൻ അകലഹു വഇല്ലാ തറകഹു. തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കൂ, നിങ്ങൾക്ക് വേണ്ട എന്ന് പറയും. ചില ആൾക്കാർ അവിടെ ഇതൊന്നും ഞാൻ കഴിക്കലില്ല, ഇതൊക്കെ എന്താ ഇതൊന്നും ഞാൻ കഴിക്കൽ. ഇന്നലെ മൂപ്പര് കഴിക്കണത് ഇങ്ങനെ മൗലൂദ് ഇങ്ങനെ ചൊല്ലും, ഞാൻ രാവിലെ അത് കഴിക്കും, ഉച്ചക്ക് അത് കഴിക്കും, മറ്റത് അങ്ങനെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ശരീരം എങ്ങനെയത്, എൻ്റെ ശരീരത്തിൽ ഉഷാറായത് അങ്ങനെയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നടക്കും. ചിലപ്പോൾ ഇറ്റിങ്ങളോട് ഇറങ്ങി പോകാൻ പറയാൻ തോന്നും. ഇവരിങ്ങനെ ഓതുന്ന മൗലൂദിന് നമ്മളിങ്ങനെ ജവാബ് പറയണം. ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണ്, ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടിട്ടാണ്, ഇങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടിട്ടാണ് എനിക്കിങ്ങനെ ശരീരം ഇങ്ങനെ ആയത്. അത് അള്ളാക്കി കൊടുത്തോന്നല്ല, കോനിങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. അപ്പോ ഒരു ഭക്ഷണത്തിനെയും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറ്റിയെങ്കിൽ തിന്നുക, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയാ. എന്തെല്ലാം രൂപത്തിലാണ് നമ്മളൊക്കെ പെരുമാറാറുള്ളത്. അപ്പോ ലാനത്തിനെ സംബന്ധിച്ച് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ആലോചിക്കണം, അള്ളാഹു സൃഷ്ടിച്ച സാധനങ്ങളാണ്, ഒക്കെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അപ്പോൾ ആ സൃഷ്ടിച്ച സാധനങ്ങളെ ശപിച്ചുകൂടാ, ആക്ഷേപിച്ചുകൂടാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസിന്റെ ലക്ഷ്യം തന്നെ അതാണ്. ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ നിങ്ങളൊക്കെ നല്ല ഭക്ഷണം കൊടുത്തു തരുന്ന, നല്ല സ്നേഹം പറഞ്ഞ് എല്ലാം നിങ്ങൾ ചെയ്യണം. എന്തൊരു വിഷയം പറഞ്ഞാലും അത് ഈ നാട്ടുകാർ ഏറ്റെടുത്ത് നടത്തണം. ഒക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിങ്ങളെ മത ചെയ്യാൻ പറ്റൂലല്ലോ. അത് വേറെ കാര്യം. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് പറയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ പറയേണ്ടടുത്ത് ഞാൻ പറയും. അപ്പൊ അതൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാണല്ലോ. നമ്മളിപ്പോ എല്ലാ കാലത്തും ആരും ഉണ്ടാവില്ല. ഇപ്പൊ നെയ്യമൂലിയർ ഇവിടെ ഇല്ല, അതുപോലെ തന്നെ തരുവറ ഉസ്താദില്ല, അങ്ങനെ എല്ലാവരും പോവുമല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് എന്തെങ്കിലും ഒരു എൽമ നിങ്ങൾക്ക് കിട്ടണം, എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾക്കൊക്കെ നിങ്ങളെ ജീവിതവും കുടുംബവും ഒക്കെ ആ നിലക്ക് നന്നായി കിട്ടിയാലേ നമുക്കൊരു ഹൈറല്ലേ. നമുക്കിപ്പോൾ അങ്ങനല്ലേ കഴിയുള്ളൂ. ഇപ്പൊ എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കാനോ കോളേജ് ഉണ്ടാക്കാനോ എന്നിപ്പോൾ എന്നെ കൊണ്ട് കഴിയൂല. ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കൊല്ലങ്ങളായി, ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ എന്തെങ്കിലും ഒരു ഖിദ്മത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് വേണ്ടി, നാട്ടുകാരായ നിങ്ങൾ നമ്മളൊക്കെ പരിചയക്കാരും അറിയുന്ന ആൾക്കാരുമാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ആ നിലക്ക് ഒരു മാറ്റം ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അല്ലാതെ ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ ഈ രൂപത്തിൽ നമുക്കൊക്കെ മാറാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 1-2 കാര്യം കൂടി, 2 ക്ലാസ്സും കൂടി ഉണ്ടാവും. അതിൽ വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി 7ാമതായിക്കൊണ്ട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. 7-8 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ 7ാമതായി മഹാനവറുകൾ പറയുന്നു, നീ ഒരിക്കലും ഒരാളെ മേലിൽ കേടായിക്കൊണ്ട് ദ്വാരക്കരുത്, അയാൾക്ക് എതിരായിക്കൊണ്ട് ദ്വാരക്കരുത്. പടച്ചോനെ ഓനജി അങ്ങനെ ആക്കണേ, പടച്ചോനെ ഓന് സിഹ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടിട്ട് പടച്ചോനെ ഓനജി നശിപ്പിക്കണേ, ഓൻ്റെ കുടുംബത്തിനെ നശിപ്പിക്കണേ എന്നൊന്നും ഒരാൾക്ക് എതിരെ ദ്വാരക്കരുത്. പ്രത്യേകിച്ച് സിഹ്റ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് വലിയ പാപമുള്ള കാര്യമാണ്. നിങ്ങൾ അതിലേക്ക് സിഹ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകരുത്, അത് ചെയ്യരുത് എന്നൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൻകുറ്റങ്ങളിൽ ചില പണ്ഡിതന്മാർ അതിനെ എണ്ണിയിട്ടുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഈമാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത്. ഇനി ഒരാൾ സിഹ്റ് ചെയ്ത് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? എങ്ങനെ അത് പറയാം? ഒരാൾ സിഹ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയാം? ഉറപ്പൊന്നുമില്ലല്ലോ. ഉറപ്പില്ലാതെ അപ്പൊ ഒരു മൊയ്ലിയർ പറഞ്ഞിരിക്കണം അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ഓൻ തന്നെ കാരണം ആ മൊയ്ലിയറെ 4 കൊടുക്കണം. അയാൾക്ക് എവിടുന്ന് കിട്ടിയത്? കുടുംബത്തിൽ നിന്നാ ചെയ്തത്. അയാൾക്ക് എവിടുന്ന് കിട്ടിയത്? അത് എവിടുന്ന് കിട്ടിയത്? നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട. ഞാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പറയും. ഞാനൊരു മൂലയിലും കൂടി വണ്ടിയിൽ നിന്ന് തല്ലൂടാൻ നിന്നിട്ട് ആൾക്കാർ പിടിച്ചുകൊണ്ട് കഴിച്ചില്ലേ. അയാൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞു. അപ്പൊ വർത്താനം പറഞ്ഞ ചിലയിടത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും, ചിലയിടത്ത് നാവുകൊണ്ട് വരും, ചിലടത്ത് കൈ കൊണ്ട് വരേണ്ടി വരും. കരുവത്തിരിച്ചിരുന്ന ഒരാളെ തല്ലാൻ വേണ്ടി നീച്ചിക്കണെയാണ്. അപ്പൊ ഞാൻ മൊല്ലാക്ക വന്നിട്ട് പിടിച്ചുകൊണ്ട് അല്ലെ അപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അന്നത്തെ കാലം അങ്ങനെയാണ്. അന്ന് ഇപ്പൊ താടിയൊന്നും നിറച്ചിട്ടില്ലല്ലോ. അന്നത്തെ സമയം അങ്ങനെയാണ്. ചിലത് പറഞ്ഞ അങ്ങനെ വേണ്ടി വരും. എന്താണ് ഈ പറഞ്ഞത്? ഈ മനുഷ്യന്മാരെ അടങ്ങറാക്കല്ലേ. എവിടുന്നെങ്കിലും എന്തെങ്കിലും കുഴിച്ച് കിട്ടി, ആ കുഴിച്ചിട്ട് മൂലയിരുത്തുന്ന അത് അവിടെ ഉണ്ട്, അവിടെ ഇവിടെ ഉണ്ട്, മറ്റൊരുത്തണ്ട് അയാൾ കൊടുത്ത് കുഴിച്ചിട്ടാണ്, ഇയാൾ കൊടുത്ത് കുഴിച്ചിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അത് ആ കുടുംബത്തിൽ ആ പെണ്ണ് ചെയ്തേക്കാരം, ഇവള് ചെയ്തേക്കാരം, മറ്റൊരു ചെയ്തേക്കാരം എന്ന് പറഞ്ഞ് അത് കുടുംബത്തിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ അപ്പൊ കുടുംബത്തിൽ ഇങ്ങനെ ചിന്തിക്കുമല്ലോ. വേറെ എടുക്കും പോലും ചിലർ പരന്റെ ഉള്ളിൽ തന്നെയാണ്. ആ പരന്റെ ഉള്ളിൽ തന്നെയാണ്. എന്തൊരു വാക്കാണത്! ഇയാൾക്ക് അവിടുന്നതൊക്കെ കിട്ടിയത് പരന്റെ ഉള്ളിൽ. അയാളുണ്ടായിരുന്നു അവിടുന്ന്, അവിടെ സംഘം ഉണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യന്മാരിട്ടിട്ട് എന്ത് ചെയ്യുക? സ്വീപ്പാക്കുക. അപ്പൊ അതുകൊണ്ട് സിഹ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. സിഹ്റ് എന്ന് പറഞ്ഞ സംഗതി സത്യം തന്നെയാണ്. സിഹ്റ് ചെയ്യും, ചെയ്താൽ ഫലിക്കും. ഇതൊക്കെ ശരി തന്നെയാണ്. സിഹ്റ് ചെയ്താൽ ഫലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർക്ക് സിഹ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരാണെന്ന് ബോധ്യമാകാതെ ഒരാളെ പറ്റി ആക്ഷേപിച്ചുകൂടാ. നമുക്കൊന്നും പറയാൻ കഴിയൂല. ആരാണ് ചെയ്തിരിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. അത് ഒരാളെ പറ്റി ആക്ഷേപിക്കാനൊന്നും പറ്റൂല. മൊയ്ലിയന്മാർക്ക് തന്നെ സിഹ്റ് ചെയ്ത് ചിലപ്പം മിമ്പർമ കയറാൻ കഴിയൂല. അങ്ങനെയൊക്കെ എത്ര ഉസ്താദന്മാരുണ്ടായിരിക്കുന്നത്. മിമ്പർമ കയറാൻ കഴിയും. മിമ്പർമ കയറിയിട്ട് ഖുതുബ ഓതാൻ കഴിയൂല. ഇമാമത്ത് നിൽക്കുമ്പോൾ ഫാത്തിഹ കിട്ടൂല. അങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് അതിനൊക്കെ സംരക്ഷണമായി കൊണ്ട് പലതും നമ്മൾ ചെയ്യും. ഹദ്ദാദ് ഓതും, അതേപോലെ ഔറാദുകളും ദിക്റുകളൊക്കെ നിത്യമാക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതൊന്നും ഏൽക്കൂല. അത് ഏൽക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. മനുഷ്യന്മാർ പല സൈസാണ്. അങ്ങനെ പണിക്കന്മാര് അങ്ങനത്തെ പല സൈസ് ആൾക്കാരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഓർക്കൊക്കെ അതൊരു തൊഴിലാണ്. അങ്ങനത്തെ ആൾക്കാരടുത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചെന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യൂല എന്നല്ല പറയുന്നത്, ചെയ്യാൻ പാടില്ല. ചെയ്തു എന്ന് ബോധ്യമായെങ്കിലേ നമുക്കത് പറയാനും പാടുള്ളൂ. സാധനം ചെയ്യാൻ പാടില്ല, ചെയ്തു എന്ന് ബോധ്യമായെങ്കിലേ പറയാൻ പാടുള്ളൂ. എന്തായിരുന്നാലും ശരി, അള്ളാഹു സൃഷ്ടിച്ച ഒരാൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്രത്തോളം ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഗസാലി ഇമാം കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ മോശമായി പറഞ്ഞ ആൾക്കാർ, വതബ്ബറ ബഅദു നാസി ലിസാനഹു അലൽ ഹജ്ജാജ് ഫഖാല ബഅദു സലഫി ഇന്നല്ലാഹ ലയന്തഖിമു ലിൽ ഹജ്ജാജ് മിമ്മൻ തഅറദ ലഹു ബിലിസാനിഹി. ഈ ഹജ്ജാജ് എന്ന് പറയുന്ന ആള് വലിയ അക്രമിയായിരുന്നു. അള്ളാഹു അദ്ദേഹം കൂടി ആയിക്കോട്ടെ, നമുക്കത് പറയാൻ കഴിയില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അസ്മാ ബീവിന്റെ മോനാണ്. അസ്മാ ബീവി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ ഏട്ടത്തിയാണ്. ആയിഷ ബീവിന്റെ ഏട്ടത്തി എന്നല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പല ഘട്ടങ്ങളിലും യുദ്ധത്തിലൊക്കെ
സഹാബത്തിനെ സംരക്ഷിക്കാനും മുറിവേറ്റ ആൾക്കാരെ പരിചരിക്കാനും വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ യുദ്ധങ്ങളിലൊക്കെ പോയിരുന്ന വല്ലാത്തൊരു ഉമ്മയാണ്. 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഉമ്മയാണ്. ആ ഉമ്മന്റെ മോനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു. വല്ലാത്തൊരു മോനാണ്. വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. ആ പ്രശ്നങ്ങളിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ കൊന്നു, മക്കത്ത് വെച്ച് കൊന്നു. ഈ കൊന്നത് ഹജ്ജാജാണ് കൊന്നത്. അപ്പൊ അതിൽ സഹാബത്തിന് വലിയ മാനസികമായി വലിയ പ്രയാസം ലഭിച്ചു. അന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരെ കൊന്നിട്ട് ഒരു കുന്തത്തിന്റെ മേലിൽ തലങ്ങനെ വെച്ചു. ട്രംപൊക്കെ എവിടെ? ട്രംപൊക്കെ ഇപ്പൊ ഇന്നലെ എന്താ ട്രംപിന്റെ അയാൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നു. ആ ട്രംപൊക്കെ എവിടെയാ? ഹജ്ജാജ് ഇബ്നു യൂസഫ് മുസ്ലിം അല്ലേ? ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹജ്ജ് ചെയ്യുന്ന ആളെന്നതിന്റെ അർത്ഥം. ഹജ്ജാജാണ് കൂടുതൽ ഹജ്ജ് ചെയ്യുന്ന ആൾ. അതും യൂസുഫിന്റെ മോനാണ്. അയാളാണ് ഈ ചെയ്തിരിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ ഇതിങ്ങനെ വെച്ച് തല ഇങ്ങനെ നാട്ടി വെച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയി, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നവരുടെ അടുത്ത് കൂടെ ഒക്കെ പോയി. എന്നിട്ടൊക്കെ ഓല് സങ്കടപ്പെട്ട ചരിത്രങ്ങളൊക്കെ കിതാബിലുണ്ട്, സങ്കടപ്പെട്ട ചരിത്രങ്ങൾ. അങ്ങനത്തെ ഹജ്ജാജിനെ പറ്റിയിട്ട് വരെ എതിർത്തുകൊണ്ട് ദ്വാരക്കരുതെന്നാണ്. എത്രത്തോളം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനും അതോടുകൂടെ തന്നെ വലിയ പണ്ഡിതനുമായ മഹാനവറുകളെ ഹജ്ജാജ് കൊന്നു, ഖത്ൽ ചെയ്തു, തല അറുത്തിട്ട് ലം യസൽ ദമുഹു യഗ്ല, രക്തം ഇങ്ങനെ വല്ലാതെ വന്നിട്ട് അത് ഹജ്ജാജിന്റെ വസ്ത്രത്തിൽ രക്തമായി, കട്ടിലിന് ചോട്ട് രക്തം വന്നു. അങ്ങനെ ഹത്താ ദഖല തഹത സരീരിഹി, അങ്ങനെ വന്നപ്പോ ഹജ്ജാജ് പേടിച്ചു പോയി എന്നാണ്. അത്ര രക്തം ഒരാൾക്കുണ്ടായിരുന്നില്ല. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു രക്തം പോലത്തെ രക്തം ഇയാൾ കൊന്നിട്ട് ആ ശരീരം പിന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും കട്ടിന്റെ ചോട്ടൊക്കെ രക്തമായിട്ട് പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചിട്ട് 6 മാസം ഹജ്ജാജിന് ഉറങ്ങാൻ പറ്റിയില്ല. പേടി വന്നിട്ട് 6 മാസം ഉറങ്ങിയില്ല. എന്നിട്ട് പിന്നെ ഹജ്ജാജിന്റെ വയറ് വീർത്തിട്ട് വയറ് പൊട്ടിയിട്ട് അയാളെ മരിച്ചിട്ട് കബറ് അടക്കിയിട്ട് കബറിന്ന് പുറത്തേക്ക് വന്നു. ഇയാളെ ചെയ്ത തൊന്നുകൊണ്ടായിരിക്കാം കബറിന്ന് പുറത്ത്. അങ്ങനത്തെ വ്യക്തിക്ക് എതിരെ വരെ ദ്വാരക്കരുതെന്നാണ് പറഞ്ഞത്. ചരിത്രത്തിൽ കാണാം, അന്നൽ മസ്ജൂനീന ഖദ് വജദു ബഅദ മൗതിഹി 33 അൽഫ. ഹജ്ജാജ് മരിച്ചതിന് ശേഷം ജയിലിൽ പോയി നോക്കിയപ്പോൾ 33,000 ആൾക്കാരുണ്ടായിരുന്നു. ഹജ്ജാജ് അറസ്റ്റ് ചെയ്ത ആൾക്കാർ 33,000 ആൾക്കാരുണ്ടായിരുന്നു. 33,000 മുസ്ലിമീങ്ങളെ വലിയ വലിയ മഹാന്മാരെ ഹജ്ജാജ് അറസ്റ്റ് ചെയ്തിരുന്നു. വഖദ് അഹ്സാ മൻ ഖതലഹു ഹജ്ജാജ് സബ്റൻ ഫവജദ 120,000 അൽഫ. 1,20,000 ആൾക്കാർ അയാൾ കൊന്നിരുന്നു. 1,20,000 ആൾക്കാരെ കൊന്നു, 33,000 ആൾക്കാരെ ജയിലിലിട്ടു. അങ്ങനത്തെ ആളായിരുന്നു ഹജ്ജാജ്. അത്രക്ക് വലിയ അക്രമങ്ങൾ. ഇപ്പൊ ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. അതിനേക്കാളും വലിയ ട്രംപ് പഴയ കാലത്ത് എന്തെങ്കിലും ഉണ്ടായിക്കണം. 1,20,000 ആൾക്കാരെ കൊല്ലുകയും അതിൽ അബ്ദുല്ലാഹിബ്നു സുബൈർ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല പോലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ട്. 33,000 ആൾക്കാർ ജയിലിലടക്കുകയും ചെയ്ത അക്കാലഘട്ടത്തിൽ. അതെന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ ഇന്നത്തെ അപേക്ഷ അത്ര ഇല്ലല്ലോ, വളരെ കുറവല്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ കോടിക്കണക്കിന് മനുഷ്യന്മാരായി. അപ്പൊ അതൊക്കെ പഴയ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ആൾക്ക് എതിരെ ഒരു നശിക്കട്ടെ എന്നൊക്കെ, ഓലെ ഷെറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ, ഓലെ ഷെറിൽ നിന്ന് നമ്മളെ അങ്ങനെ കാരണം അവര് നശിക്കട്ടെ, അവരങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. 8ാമതായി പറഞ്ഞിട്ടുള്ളത് അൽ മിസാഹു വസ്സുഖരിയത്തു. ആവശ്യത്തിനെ തമാശ പറയാവൂ. മിസാഹ് ശരീഅത്ത്. ഭാര്യയോട് തമാശ പറയാം. ഭാര്യയോട് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തമാശകൾ ഇഷ്ടം പോലെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രാത്രി ഇശാക്ക് ശേഷം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാം. ഇശാക്ക് ശേഷം ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെടരുതെന്നാണ്. പക്ഷെ ഭാര്യയോട് സംസാരിക്കാം. അത് എത്ര നേരം വേണമെങ്കിലും ആകാം. സുബഹി ഖളാ ആകാത്ത രൂപത്തിലാകാം, ആ രൂപത്തിലൊക്കെ ആവാം എന്നല്ലാതെ മറ്റ് ആളുകളോട് ഫലാ തുമാസിഖ് അഹദൻ, ആരോടും അങ്ങനെ തമാശ പറയരുത്. അത്യാവശ്യത്തിന് മാത്രമേ അതൊക്കെ ആകാവൂ എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 8 കാര്യങ്ങൾ നിന്നിട്ടാണ് നമ്മുടെ നാവിനെ കാത്തു സൂക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു മസ്അല കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ യാത്ര പോകുമ്പോൾ മക്കളെ സമ്മതം ചോദിക്കൽ നിർബന്ധമായ ചില ഘട്ടങ്ങളുണ്ട്. ബാപ്പാന്റെ സമ്മതം ചോദിക്കണം. ബാപ്പാന്റെ സമ്മതം ചോദിക്കൽ തന്നെ നിർബന്ധമാകുന്ന ഘട്ടമുണ്ട്. ബാപ്പാക്കും ഉമ്മാക്കും ഇവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ
അവർക്ക് വേണ്ട ചെലവുകളും അവർക്ക് വേണ്ട വകകളൊക്കെ ഇവിടെ ഒരുക്കി വെക്കാതെ ഇവൻ ദീർഘയാത്ര 132 കിലോമീറ്ററുള്ള ദീർഘയാത്ര, ആ ദീർഘയാത്ര ചെയ്യുന്ന ഒരു കുട്ടി അവരുടെ സമ്മതം വാങ്ങിച്ചു പോകണം. ഇതുപോലെ വെച്ചാൽ കടമുള്ള ഒരു വ്യക്തി, ആ കടമുള്ള വ്യക്തി അവൻ കടക്കാരന്റെ സമ്മതം വാങ്ങിച്ചിട്ട് ദീർഘയാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 132 കിലോമീറ്റർ ഉള്ള യാത്ര കടക്കാരന്റെ സമ്മതം വേണം. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ കടക്കാരന്റെ സമ്മതം വാങ്ങിച്ചേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇവൻ പോയിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ട് ഇയാളെ പൈസ തിരിച്ചു കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് അയാളുടെ സമ്മതം മേടിക്കണം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ബാപ്പാക്കും ഉമ്മാക്കും ചെലവ് കൊടുക്കുന്ന മോനാണെങ്കിൽ മോനിവിടെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടതൊക്കെ ബാക്കി വെക്കാതെ അവരുടെ ചെലവിന് വേണ്ടിയുള്ളതൊന്നും ഇവിടെ കൊടുത്ത് ഏൽപ്പിക്കാതെ പോവുകയാണെങ്കിൽ അവരെ സമ്മതം മേടിക്കാൻ നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് ചില മക്കള് പ്രായപൂർത്തി എത്തിയിട്ട് അവർക്ക് ജോലിയൊന്നുമില്ല, അവർക്ക് വരുമാനമൊന്നുമില്ലെങ്കിൽ ഓരെ നോക്കൽ രക്ഷിതാക്കന്മാരിൽ കടമയാവും. രക്ഷിതാക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ നോക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ നോക്കിയിട്ട് അവർക്കൊക്കെ ചെലവ് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത മക്കളെ നോക്കണം. അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ പ്രായപൂർത്തി എത്തിയ മക്കളുണ്ടെങ്കിൽ നമ്മൾ ദീർഘയാത്ര ചെയ്യുമ്പോൾ ആ മക്കളെ സമ്മതം മേടിക്കണതാണ്. കാരണം അവർക്ക് ചെലവ് കിട്ടാതാവും, ഇവർ പോയാൽ ചെലവ് കിട്ടാതാവും. മറ്റേ ചെറിയ കുട്ടികളെ സമ്മതം മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ കുട്ടികളെ സമ്മതത്തിന് പ്രസക്തി ഇല്ലല്ലോ, ഓരോ സമ്മതത്തിനും ഓരോ നീയത്തിനൊന്നും പ്രസക്തി ഇല്ല. ഇങ്ങനെ പ്രായപൂർത്തി എത്തിയതായ ഈ കുട്ടിക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ ദീർഘയാത്ര ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ വേറെ സംവിധാനമൊന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ, സംവിധാനം ചെയ്യാണെങ്കിൽ പ്രശ്നമില്ല, സംവിധാനമൊക്കെ ചെയ്യാതെ പോവുകയാണെങ്കിൽ അവരെ സമ്മതം മേടിക്കണമെന്ന് തുഹ്ഫയിലും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകാൻ പറ്റില്ല. അതിനൊക്കെ സമ്മതം മേടിക്കണം തന്നെ. സമ്മതം കിട്ടിയില്ലേ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, പോകാൻ പറ്റില്ല. ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ചെയ്യണം. കാരണം ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ, ആ ആളുകളുടെ ചെലവിനാണ് പ്രാധാന്യം. നമ്മൾ നോക്കേണ്ട ആളുകളെ നമ്മൾ നന്നായിട്ട് നോക്കി നമ്മൾ കടമയാണ്. ഇല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഓർക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യണം, ഏൽപ്പിച്ചു പോകണം. ഓർക്ക് വേണ്ടതൊക്കെ വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടേ പോകാവൂ, അല്ലെ പോകാൻ പാടില്ല എന്നാണ് അതിൻ്റെ വകുപ്പുള്ളത്. ഇന്ന് നമുക്ക് ചായയും പലഹാരവും നൽകുന്നത് നമ്മൾ PT മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം മരിച്ച മാസമാണ്. നമ്മുടെ മദ്രസയിൽ ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്തിരുന്നു. നമ്മുടെ പള്ളിയിലൊക്കെ ദിക്റിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. അതേപോലെ ഇവിടെ മുമ്പ് വഅദ് നടന്നിരുന്നു. ആ വഅദിനൊക്കെ മൗലായ ചെല്ലാനൊക്കെ ബുറുദ ചെല്ലാനൊക്കെ വളരെ മുമ്പന്തിയിൽ മൂപ്പരും സൈദവിലിയിലൊക്കെയാണ് ആദ്യകാലത്ത് ബുറുദൊക്കെ ചൊല്ലിയിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മക്കള് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ചായയും പലഹാരം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് യൂത്ത് സ്ക്വയറിന്റെ ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ട്. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് വിതരണം ചെയ്യാമെന്നാണ് നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം അങ്ങോട്ട് പോയി ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്ന് ചായ കുടിച്ച് പോരാം. അള്ളാഹു മുഹമ്മദ് മുസ്ലിയാർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ട്രംപായിരുന്നാലും നെതന്യാഹു ആയിരുന്നാലും അവരൊന്നും ഇപ്പൊ ഫിർഔന്റെ മാതിരിയോ അതുപോലെ തന്നെ ഖാറൂന്റെയും അതുപോലത്തെ അങ്ങനത്തെ ആൾക്കാരുടെ ശക്തിയൊന്നും അള്ളാഹുക്ക് കൊടുത്തിട്ടില്ല. അള്ളാഹു അവരുടെ എല്ലാ ശക്തിയെയും ക്ഷയിപ്പിക്കുമാറാകട്ടെ. ഫലസ്തീനിനെയും ഗസയെയും അള്ളാഹു കാക്കുമാറാകട്ടെ. മുസ്ലിം രാജ്യങ്ങളൊക്കെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അല്ലാതെ നമുക്ക് ചോദിക്കാൻ ആരുമില്ല, നമുക്ക് പറയാനും ആരുമില്ല. ജല്ല ജലാലുവായ അള്ളാഹു ഈ അക്രമികളായ ആളുകളുടെ ആക്രോശങ്ങളൊക്കെ അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ അവരുടെ ശക്തിയൊക്കെ എല്ലാ നിലക്കും ക്ഷയിപ്പിച്ച് പരാജയപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാരെ, അനുജത്തിമാരെ, പെൺകുട്ടികളെ എല്ലാവരെയും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളൊക്കെ സന്തോഷവും പ്രകാശവും ആനന്ദവുമുള്ള വീടുകളാക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. ശരീരത്തിലെ ഏതൊക്കെ രോഗങ്ങളുണ്ടോ എല്ലാത്തിനും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.